നമസ്കാരം. 2019 ലോക്സഭാ ഇലക്ഷനിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കുന്ന LDFിൻ്റെ സ്ഥാനാർത്ഥി വീണ ജോർജ്, അതോടൊപ്പം തന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥി ആൻ്റോ ആൻ്റണി, ഇവരിൽ രണ്ടുപേരിൽ ആര് വിജയിക്കും എന്നുള്ളത് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു സൗഹൃദ ബെറ്റ് മണ്ഡലത്തിൻ്റെ കീഴിലുള്ള അടൂരിൽ ഇന്ന് നടന്നു. ആ ബെറ്റിൽ പങ്കെടുത്തിട്ടുള്ളത് DYFയുടെ അടൂരിലെ ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് അനസ്, അതോടൊപ്പം തന്നെ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി നിരപ്പിൽ മുഷറ എന്നിവരാണ്. ആ ബെറ്റ് എന്താണെന്ന് നമുക്ക് കാണാം. ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട നിരപ്പിൽ മുഷറ, ഓക്കെ. DYFയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് അനസ് മുഹമ്മദ്, ഇവർ സൗഹാർദ്ദത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഇവിടെ ഞങ്ങളിവിടെ വരുമ്പോൾ ഈ സൗഹാർദ്ദത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് രണ്ട് കൂട്ടരും വിജയം അവകാശപ്പെടുകയാണ്. എന്നാൽ അവർ ആ വിജയത്തിൽ കൂടുതൽ ശക്തമായി സംസാരിച്ചപ്പോൾ അവർ തമ്മിൽ പരസ്പരം വാശിയായി. ആ വാശി ഒരു പന്തായത്തിൽ എത്തിയിരിക്കുകയാണ്. ആ പന്തായം വളരെ എളുപ്പം പറയാവുന്നതാണ്. അനസ് പറയുന്നു, മെയ് മാസം 21-ാം തീയതി 11 മണിയാകുമ്പോൾ വീണ ജോർജ് വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിച്ച് പത്തനംതിട്ട പാർലമെൻറ്റിലെ ജനപ്രതിനിധിയായി മാറും. പ്രിയപ്പെട്ട നിരപ്പിൽ ബുഷറ പറയുന്നു, ഇവിടുത്തെ നിലനിൽക്കുന്ന MP ആൻ്റോ ആൻ്റണി തന്നെ ജയിക്കും എന്ന് പറയും. ഇവരെ പരസ്പരം ചെറുപ്പക്കാരെന്ന നിലയിൽ അവരുടെ മത്സരത്തിന് വാശിയുണ്ട്. അവർ രണ്ടുപേരും വളരെ ഉറ്റുനോക്കുന്ന പന്തയമാണ് വെച്ചിരിക്കുന്നത്. രണ്ടുപേരും അവരുടെ പുരുഷത്വത്തെ തെളിയിക്കുന്ന ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മീശ എന്ന് പറയുന്നത്. ആ പൗരുഷത്തെ പണയം വെച്ചുകൊണ്ട് വീണ ജോർജ് ജയിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ട അനസ് മീശയുടെ ഒരു ഭാഗം എടുത്തിരിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അനസ് പറയുകയാണ്. നിരപ്പിൽ ബുഷറ പറയുന്നത്, ആൻ്റോ ആൻ്റണി ജയിച്ചില്ലെങ്കിൽ തൻ്റെ മീശയുടെ ഒരു ഭാഗം എടുത്തിരിക്കുമെന്ന് വളരെ ശക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇനി അവർ രണ്ടുപേരുടെ അഭിപ്രായമാണ് അറിയാവുന്നത്. വീണ ജോർജ് ജയിച്ചില്ലെങ്കിൽ DYFയുടെ ഏരിയ പ്രസിഡന്റായ മുഹമ്മദ് അനസ് എന്ന് പറയുന്ന ഞാൻ എൻ്റെ പകുതി മീശ പഠിച്ചിരിക്കും. ആൻ്റോ ആൻ്റണിയെ അവിടെ ജയിച്ചില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായ നിരപ്പിൽ എന്ന ഞാൻ പകുതി മീശ എടുത്തിരിക്കും. കേട്ടല്ലോ, ഇതാണ് ബെറ്റ്. ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇതിൽ ആരുടെ പാതി മീശ പോകുമെന്ന് നമുക്ക് കണ്ടറിയാം. അതുവരെ വെയിറ്റ് ചെയ്യുക.